ഹായ് എവരിവൺ, നമുക്കിന്ന് എളുപ്പത്തിൽ ആലപ്പി സ്റ്റൈൽ ഏട്ട ഫിഷ് കറി വെച്ചാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, ഇഞ്ചി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ചെറിയുള്ളിയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. ഇവിടെ ചെറിയുള്ളി തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി ചീവിയെടുക്കാം. അതായിട്ട് നമുക്ക് വെളുത്തുള്ളിയുടെ തൊലി കളഞ്ഞെടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം നല്ലതുപോലെ വാഷ് ചെയ്തെടുക്കാം. ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ 1 കിലോ ഏട്ടമീനാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം പാൻ വെച്ച് പാൻ നല്ലപോലെ ചൂടായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു 1.25 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. ഓയിൽ നല്ല ചൂടായി വന്നതിന് ശേഷം മാത്രം നമുക്ക് അതിനകത്തോട്ട് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഉലുവ ആഡ് ചെയ്ത് കൊടുക്കാം. ഉലുവ നല്ല മൂത്ത് വരുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ആഡ് ചെയ്യാം. ഇനി ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് 2 പച്ചമുളക് ആഡ് ചെയ്യാം. ഞാൻ 2 പച്ചമുളകാണ് ആഡ് ചെയ്തേക്കുന്നത്. നമുക്ക് ആവശ്യത്തിനുള്ള എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ആഡ് ചെയ്യാം. പച്ചമുളക് നല്ലപോലെ മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ചെറിയുള്ളിയും കറി ലീവ്സും ആഡ് ചെയ്യാം. ഈ ചെറിയുള്ളി എല്ലാം ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. ഇവിടെ ഞാൻ ആഡ് ചെയ്തിരിക്കുന്ന ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും, ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും, കുറച്ച് കായപ്പൊടിയും, മഞ്ഞൾപ്പൊടിയും, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഉപ്പുമാണ് ആഡ് ചെയ്തേക്കുന്നത്. ഉപ്പിപ്പോൾ കുറച്ച് ആവശ്യത്തിന് ആഡ് ചെയ്തിട്ട് നമ്മൾ വെള്ളം ചേർക്കുന്ന സമയത്ത് ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ മല്ലിപ്പൊടി കുറച്ചേ ആഡ് ചെയ്തിട്ടുള്ളൂ, കാരണം നമ്മളിപ്പോൾ ഇവിടെ UAE-ലാണ്. അപ്പോൾ ഈ കറി നമ്മൾ കുറച്ച് ദിവസം എടുക്കും. ഡ്യൂട്ടിക്കൊക്കെ പോകേണ്ടതുകൊണ്ട് നമ്മൾ വെച്ചിട്ട് കുറച്ച് ദിവസം എടുത്തിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ അത് കേടായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിപ്പൊടി ആഡ് ചെയ്തിട്ടുള്ളൂ. അതേപോലെ അതിൻ്റെ കൂടെ ഞാൻ 2 കഷ്ണം പുളിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ പുളി വെള്ളത്തിലിട്ടിട്ട് ആ പുളിവെള്ളമായിട്ടും ആഡ് ചെയ്ത് കൊടുക്കാം. പൊടികളുടെയൊക്കെ റോ സ്മെല്ല് മാറുന്നത് വരെ ഒന്ന് വഴറ്റാം. ആ റോ സ്മെല്ലെല്ലാം ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് ഇവിടെ ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഏകദേശം 2 കപ്പ് വെള്ളം ചൂടാക്കിയതാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നമ്മളുടെ എടുക്കുന്ന മീൻ അനുസരിച്ചിട്ട്, അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ചിട്ട് നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 2 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നല്ല തിളയ്ക്കുന്നത് വരെ വെക്കാം. ഏകദേശം ഒരു 1 മിനിറ്റിന് ശേഷം തുറന്നപ്പോൾ വെള്ളം നല്ല തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മീൻ കഷ്ണങ്ങൾ ആഡ് ചെയ്യാം. ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് നല്ലപോലെ വേവിക്കാം. ഏകദേശം 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. വീണ്ടും ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3 മിനിറ്റൊക്കെ നമുക്ക് വേവിക്കാം. ഇതിൻ്റെ പാകമാകുന്നത് ഈ കറിയൊക്കെ ഒന്ന് കുറുകി വരുമ്പോഴത്തേക്കാണ്. ഒരു 3 മിനിറ്റിന് ശേഷം നോക്കിയപ്പോൾ നമ്മുടെ കറി നല്ല പാകമായിട്ടുണ്ട്. ഒരു കാര്യം റെക്കോർഡ് ചെയ്യാൻ ഞാൻ മറന്നുപോയായിരുന്നു. ലാസ്റ്റായിട്ട് നമ്മൾ കുറച്ച് പച്ചവെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.